ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ കടലക്കറി എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കടലക്കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് കഴുകി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 സവാള, ഒരു തക്കാളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി എന്നിവയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള കടല നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 8 മണിക്കൂർ സമയത്തേക്ക് വെള്ളത്തിനകത്തോട്ട് നന്നായിട്ട് കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കൂർ സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കുക്കറിനകത്ത് ഈ കടലയൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആ കടല അതുപോലെ തന്നെ ആ വെള്ളമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കടല നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കടല പുഴുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനും ഓരോ രീതിയിലാണ്. എനിക്കിവിടെ 3 വിസിൽ മതിയാവും. ഈ കടലക്കറി വെക്കുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. ഈ ഒരു സ്റ്റേജിൽ സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുന്നതായിരിക്കും. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുന്നതായിരിക്കും. ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലക്കറിക്ക് എപ്പോഴും മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി കൂടി നിൽക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടലയിൽ നിന്ന് സ്വല്പം വെള്ളം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ വേവിച്ച് വെച്ചിരുന്ന കടലയിൽ നിന്നും ഒരു 2 തവ കടല ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടല നമുക്ക് നന്നായിട്ട് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഒരു കരണ്ടി കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ജാറിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കടലക്കറി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും. ഇനി മാറ്റി വെച്ചിരുന്ന കടല നമുക്ക് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന കടലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് വെള്ളം കുറവാണെന്ന് തോന്നിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കടലയിലോട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നതിനായിട്ട് ഒരു 10 സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കടലക്കറി എല്ലാം നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ കടലക്കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.